നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ്, നമുക്ക് കിട്ടിയ സമയത്തെ നന്നായി ഉപയോഗിക്കണം. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു സമയം ദൈവം അനുവദിച്ചു തരുന്നെങ്കിൽ അത് നന്നായി ഉപയോഗിച്ചാൽ അതൊരു നിക്ഷേപമായിട്ട് അവിടെ കിടക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി, ഈ കിട്ടിയ പൈസ ഉടനെ എന്ത് ചെയ്യും? ബുദ്ധിയും ബോധമുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അവരത് സേഫായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉടനെ തന്നെ അത് ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അവിടെ നിക്ഷേപിക്കും. എന്നിട്ട് എപ്പോഴാണ് എടുക്കുന്നത്? ഇന്ന് നിക്ഷേപിച്ചു, ഉടനെ ഇന്ന് വൈകുന്നേരം പോയിട്ട് എടുക്കുവോ? ഇല്ല. പിന്നെ ആവശ്യം വരുമ്പോഴല്ല, അത്യാവശ്യം വരുമ്പോഴാണ്, അല്ലേ? വെറുതെ ആവശ്യം വന്നാൽ പിന്നെ പോയി എടുക്കത്തില്ല. ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പൊട്ടിക്കുന്നത് എപ്പോഴാണ്? അത്യാവശ്യം വരുമ്പോഴാണ് അത് പൊട്ടിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇടുന്നു, നിക്ഷേപം. നിന്നോട് കർത്താവ് പറയാണ്, നീ ഇന്ന് പ്രാർത്ഥനയുടെ നിക്ഷേപം ഇട്ടാൽ അത് നിന്റെ തലയ്ക്ക് മുകളിൽ കിടക്കും. ഒരു അത്യാവശ്യം വരുമ്പോൾ ഈ പ്രാർത്ഥിച്ചതൊക്കെ നിനക്കൊരു മഴ പോലെ ലഭിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവ് നിന്നോട് പറയുന്ന കാര്യം, നിനക്ക് ലഭിക്കപ്പെട്ട സമയം, ഈ നാളുകളിൽ നമ്മൾ കുരിശിന്റെ വഴി ചൊല്ലുന്നത്, ജപമാല ചൊല്ലുന്നത്, വചനവായന നടത്തുന്നത്, പള്ളിയിൽ പോകുന്നത്, ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നത്, എക്സ്ട്രാ പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ നിക്ഷേപം കൂട്ടുന്നൊരു ശുശ്രൂഷയാണ്, പ്രാർത്ഥനയുടെ നിക്ഷേപം കൂട്ടുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അവിടെ കിടക്കും. നിനക്കൊരു അത്യാവശ്യം വരുമ്പോൾ നിനക്ക് തുറന്നുപയോഗിക്കാൻ തക്കവണ്ണമുള്ള വലിയൊരു ഡിപ്പോസിറ്റാണ്, പ്രാർത്ഥന ഡിപ്പോസിറ്റാണ്.